ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലൈനിങ് ടോപ്പ് കട്ട് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ലൈനിങ് ടോപ്പ് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ലൈനിങ് പീസ് ഒരു 3 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ചുരിദാർ പീസും ഒരു 3 മീറ്ററാണ്, ലൈനിങ്ങും 3 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ലൈനിങ് സാറ്റൻ തുണിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചുരിദാർ കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതായത് ടോപ്പ് ഓപ്പൺ വെച്ചിട്ടുള്ളൊരു ടോപ്പാണ്. ലൈനിങ്ങിലാണ് ഞാനിവിടെ അളവെടുക്കുന്നത്. എന്നിട്ട് ലൈനിങ്ങിൽ അളവെടുത്ത് കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ ലൈനിങ് പീസ് ടോപ്പിൻ്റെ മേലെ ഇതുപോലെ മടക്കി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ലൈനിങ്ങിൻ്റെ വൺ സൈഡ് എടുത്തിട്ട് ഇതുപോലെ രണ്ടാക്കി ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. അതിനുശേഷം ഷോൾഡറാണ് എടുക്കുന്നത്. ഷോൾഡർ ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. ഷോൾഡർ ഇവിടെ വേണ്ടത് ഒരു 7 ഇഞ്ചാണ്. അതായത് ഷോൾഡർ 7 ഇഞ്ച് എടുക്കുന്നത്. ഇവിടെ ഞാൻ നെക്ക് ബാൻഡാണ് വെക്കുന്നത്. അതുകൊണ്ട് ഷോൾഡർ കുറച്ച് കൂടുതൽ വേണം. നെക്ക് വൈഡ് കുറച്ച്, അതായത് 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. അടുത്ത ആം ഹോള് നമ്മൾ ഷോൾഡർ എടുത്തിട്ട് നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് 6 ഇഞ്ച് എടുത്തിട്ട് ആം ഹോൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെസ്റ്റ് വേസ്റ്റാണ് എടുക്കുന്നത്. ടോട്ടൽ ഇവിടെ ചെസ്റ്റ് വേണ്ടത് 36 ഇഞ്ചാണ്. അപ്പോൾ 4ൽ ഒരു ഭാഗമായിട്ട് 9 ഇഞ്ചാക്കിയിട്ട് ചെസ്റ്റ് എടുക്കുകയാണ്. ചെസ്റ്റ് 9 ഇഞ്ച് എടുത്തിട്ട് 2 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് എടുക്കുകയാണ്. 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്ത ഷേപ്പ് ലെങ്ത്താണ് എടുക്കുന്നത്. ഷേപ്പ് ലെങ്ത്ത് ഇവിടെ വേണ്ടത് 14 ഇഞ്ചാണ്. ഇതുപോലെയാണ് ഷേപ്പിൻ്റെയും ഹിപ്പിൻ്റെയും ഒക്കെ വേസ്റ്റ്, അതായത് ലെങ്ത്ത് എടുക്കുമ്പോൾ നമ്മൾ ടാപ്പ് പിടിക്കേണ്ടത് മേലെ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴെയാണ് പിടിക്കേണ്ടത്. അപ്പോൾ ഷേപ്പ് ലെങ്ത്ത് 14 എടുത്തിട്ടുണ്ട്. ഷേപ്പ് വേസ്റ്റ് ഇവിടെ വേണ്ടത് 8 ഇഞ്ചാണ്. ആ 8 ഇഞ്ചും എടുത്തിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. പിന്നെ ഹിപ്പിൻ്റെ ലെങ്ത്താണ് 22 ഇഞ്ചാണ് എടുക്കുന്നത്. അത് നമ്മൾ ആ ഷോൾഡറിൻ്റെ മേലോട്ട് താഴെയാണ് ഇതുപോലെയാണ് ടാപ്പ് പിടിക്കേണ്ടത്. അപ്പോൾ ഹിപ്പ് ലെങ്ത്തും എനിക്കിവിടെ 22 ഇഞ്ചാണ് വേണ്ടത്. ഹിപ്പ് വേസ്റ്റ് വേണ്ടത് 11 ഇഞ്ചാണ്. അപ്പോൾ അതും ഇതുപോലെയാണ് വേസ്റ്റ് എടുക്കേണ്ടത്. നമ്മളിവിടെ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൂട്ടുന്നത്. ഇതൊരു ഓപ്പൺ വെച്ചിട്ടുള്ളൊരു ടോപ്പാണ്. ടോട്ടൽ ഇവിടെ ടോപ്പ് ലെങ്ത്ത് വേണ്ടത് ഒരു 44 ഇഞ്ചാണ്. അപ്പോൾ അതേ 44 ഇഞ്ചാണ് നമ്മളിവിടെ ലൈനിങ്ങിലും കൊടുക്കുകയാണ്. എന്നിട്ട് ടോപ്പിൻ്റെ താഴെ ഫ്ലെയർ വേണ്ടത് എനിക്കൊരു 12 ഇഞ്ചാണ്. നമ്മളിത് ഓപ്പൺ ടോപ്പാണ് അടിക്കുന്നത്. അപ്പോൾ 12 ഇഞ്ചാണ് ലെങ്ത്ത് വേസ്റ്റ്, അതായത് ഫ്ലെയർ എടുക്കുന്നത് 12 ഇഞ്ചാണ്. ഫ്ലെയർ വേസ്റ്റ് എടുക്കുന്നത് 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ ആം ഹോളിൻ്റെ ഇവിടെ ഒരു 2 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയാണ്. എന്നിട്ട് ആം ഹോളിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക. ആം ഹോളിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഷോൾഡറാണ് കൂടുതൽ എടുക്കുന്നത്. നെക്ക് എടുക്കുന്നത് ഒരു 2.5 ഇഞ്ചാണ്. അപ്പോൾ നെക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. അത് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് നെക്ക് ബാൻഡ് കട്ട് ചെയ്തിട്ട് ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 2.5 ഇഞ്ച് നെക്കും 4.5 ഇഞ്ച് ഷോൾഡറും വരുന്നുണ്ട്. അപ്പോൾ ഷോൾഡറിൽ ഒരു 4.5 ഇഞ്ചിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് പോയാൽ 4 ഇഞ്ചാണ് നമുക്ക് ടോട്ടലി ഷോൾഡർ വരുന്നത്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആം ഹോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ആം ഹോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹിപ്പ് ലെങ്ത്തിൻ്റെ ഷേപ്പിൻ്റെയും ചെസ്റ്റ് നമ്മൾ അളവെടുത്തതും എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇതുപോലെ ചെയ്താൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മുടെ DC-യുടെ മാർക്കൊക്കെ പോയാലും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്താൽ നമ്മുടെ അളവൊക്കെ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറ്റും. പിന്നെ ഷോൾഡർ ഇതുപോലെ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ലൈനിങ്ങിൻ്റെ ബാക്ക് വേറെ ഫ്രണ്ട് വേറെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഫ്രണ്ട് പീസ് മാത്രം എടുത്ത് കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒപ്പം പിടിച്ചിട്ട് നമ്മളിവിടെ കൈക്കുഴി കുഴിച്ച് വെട്ടി എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഷോൾഡർ ഇതിൽ വരുന്നത് 4.5 ഇഞ്ചാണ്. അത് നമുക്ക് നെക്ക് ബാൻഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ 4.5 ഇഞ്ച് വരുന്നത്. എന്നിട്ട് ഫ്രണ്ടിലത്തെ ലൈനിങ് പീസും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. നമ്മൾ കുഴിച്ച് വെട്ടിയ ഭാഗം അറിയാൻ വേണ്ടിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ സെൻറ്ററും, അതായത് ഷോൾഡറിൻ്റെ സെൻറ്ററും ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. അടുത്ത് ചെയ്യാൻ പോകുന്നത് സ്ലീവാണ്. സ്ലീവിൽ ഇവിടെ വേസ്റ്റ് വേണ്ടത് 8 ഇഞ്ചാണ്. ലെങ്ത്ത് വേണ്ടത് ലെങ്ത്ത് വേണ്ടത് 18 ഇഞ്ചാണ് ടോട്ടലി ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ അതിൽ 1 ഇഞ്ച് കൂട്ടിയിട്ട് 19 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. ഇതുപോലെ 19 ഇഞ്ച് ലെങ്ത്ത് എടുക്കുകയാണ്. കൂടെ ടോട്ടൽ വേണ്ടത് 18 അത് നമ്മൾ ഈ പീസ് ഇതുപോലെ 4 ആക്കിയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. സ്ലീവിന് 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇതുപോലെ 4 ആക്കി നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്തും വേസ്റ്റ് എടുത്ത് 4 ആക്കി ഇതുപോലെ മടക്കിയിട്ടിരിക്കുകയാണ്. ഇനി അടുത്ത സൈഡാണ് എടുക്കുന്നത്. ഇവിടെ എനിക്ക് സൈഡ് വേണ്ടത് ഒരു 16 ഇഞ്ചാണ് എടുക്കുന്നത്. അതായത് 15 എടുക്കുന്ന 1 ഇഞ്ച് തയ്യൽ തുമ്പിൽ പോവും. അങ്ങനെ നമ്മളവിടെ സൈഡ് 16 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇവിടെ വേസ്റ്റ് വരുന്നത് ഒരു 8 ഇഞ്ചാണ്. അതിലൊരു 7 ഇഞ്ച് നമ്മൾ എടുത്തിട്ട് 1 ഇഞ്ചാണ് തയ്യൽ തുമ്പിന് വരുന്നത് സ്ലീവിൻ്റെ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ താഴെ കൈ ലൂസ് വരുന്നത് ഒരു 11 ഇഞ്ചാണ്. അപ്പോൾ അത് നമ്മൾ അതായത് തയ്ക്കുമ്പോഴാണ് താഴെ കൈ ലൂസൊക്കെ അളവെടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അതൊന്നും അളവെടുക്കില്ല. ഇനി അടുത്തത് ഇതുപോലെ സ്ലീവ് ഒന്ന് കുഴിച്ച് വെട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ചുരിദാർ കട്ടിങ് കഴിഞ്ഞു. ലൈനിങ്ങിലാണ് എല്ലാ അളവും വെച്ചിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിവിടെ ചുരിദാറിൻ്റെ പീസ്, അതായത് ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ പീസ്. ഇതും നേരത്തെ നമ്മൾ ലൈനിങ്ങും മടക്കിയിട്ടതുപോലെ ചുരിദാർ ബിറ്റിൻ്റെ 1 സൈഡ് എടുത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് 2 ആക്കി ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലൈനിങ് പീസ് ഇതുപോലെയാണ് വെക്കുന്നത്. ഇത് നമ്മൾ അളവിൽ കറക്റ്റായി കട്ട് ചെയ്ത പീസാണ് ലൈനിങ് പീസ്. അത് നമ്മുടെ ചുരിദാർ ബിറ്റിൻ്റെ മേലെ ഇതുപോലെ മടക്കി ഇതുപോലെ കറക്റ്റായി ഇട്ട് കൊടുക്കുക. ഇവിടെ ടോട്ടൽ വേണ്ടത് 34 ഇഞ്ചാണ് ലെങ്ത്ത്. അതിൽ ഞാൻ 36 ഇഞ്ചാണ് നമ്മുടെ ചുരിദാർ പീസിൽ ലെങ്ത്ത് എടുത്തിട്ട് അതിന് അളവിൽ നേരത്തെ ലെങ്ത്തൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ലൈനിങ് പീസിലും അതായത് ചുരിദാർ ബിറ്റിലും വെച്ചിട്ട് ഒരു 2 ഇഞ്ച് നമ്മുടെ ലൈനിങ് പീസ് ഇറങ്ങിയിരിക്കണം. അപ്പോൾ അതിനാണ് ലൈനിങ് പീസിലൊരു 34 ഇഞ്ചും ചുരിദാർ പീസിലൊരു 36 ഇഞ്ചാണ് ഇവിടെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. വളരെ ഈസിയാണ്, എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ചുരിദാറൊക്കെ നമുക്ക് തയ്ക്കുകയെന്ന് വെച്ചാൽ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ലൈനിങ് പീസ്, അതായത് ലൈനിങ് പീസ് നമ്മുടെ ബിറ്റിൽ വെക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി പീസ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇതൊരു 3/4 സ്ലീവ് ആയതുകൊണ്ട് സ്ലീവിൻ്റെ സെൻറ്ററിൽ ഓപ്പൺ വരുന്നുണ്ട്. അതായത് നമ്മൾ കട്ട് ചെയ്ത തുണിയിൽ ഇതുപോലെയാണ് വരുന്നത്. ഇതുപോലെ 4 പീസായി വന്നിട്ടുണ്ട്. ആ 4 പീസിൽ നമ്മൾ നേരത്തെ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതേ അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ അങ്ങനെ വിടുന്നില്ല. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ തയ്യൽ തുമ്പ് വിട്ടിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചുരിദാർ കട്ടിങ് റെഡി ആയിട്ടുണ്ട്. അടുത്ത് ഞാൻ നെക്കാണ്. അത് നമ്മൾ നെക്ക് ബാൻഡ് ആയതുകൊണ്ട് വീഡിയോയിൽ കാണിക്കുന്നില്ല, അത് സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.